ഇന്ത്യയിലെ പെട്രോൾ ഡീസൽ വില വർധനവിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ സ്ഥിരമായി ഉയർത്തുന്നൊരു വാദമുണ്ട്. UPA സർക്കാരിന്റെ കാലത്തെ ഓയിൽ ബോണ്ടുകൾ പഴയ സർക്കാർ വരുത്തിവെച്ച കടം വീട്ടാനാണ് ഇപ്പോൾ ഇന്ധന നികുതി കൂട്ടുന്നത് എന്നാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറയുന്നത്. എന്നാൽ ഇതിൽ എത്രത്തോളം സത്യമുണ്ട്? നാം നൽകുന്ന ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ഇന്ധന നികുതി എവിടെ പോകുന്നു? എന്താണ് ഈ ഓയിൽ ബോണ്ടുകൾ? ലളിതമായി പറഞ്ഞാൽ UPA ഭരണകാലത്ത് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില വളരെ കൂടുതലായിരുന്നു. ജനങ്ങൾക്ക് ആ ഭാരം നൽകാതിരിക്കാൻ സർക്കാർ പെട്രോൾ വില നിയന്ത്രിച്ചു നിർത്തി. ഇതിലൂടെ എണ്ണ കമ്പനികൾക്കുണ്ടായ നഷ്ടം നികത്താൻ സർക്കാർ നൽകിയ ഉറപ്പുപത്രങ്ങളാണ് ഓയിൽ ബോണ്ടുകൾ. അതായത് ഉടനെ പണം നൽകാതെ ഭാവിയിൽ നൽകാമെന്ന വ്യവസ്ഥയിൽ വാങ്ങിയ കടം. ഏകദേശം 1.34 ലക്ഷം കോടി രൂപയുടെ ഓയിൽ ബോണ്ടുകളാണ് മോദി സർക്കാരിന് തിരിച്ചടയ്ക്കാനുള്ളത്. എന്നാൽ കഴിഞ്ഞ 7-8 വർഷത്തിലൂടെ ഇന്ധന നികുതിയിലൂടെ മാത്രം കേന്ദ്ര സർക്കാർ പിരിച്ചെടുത്തത് 23 ലക്ഷം കോടി രൂപയിലധികമാണ്. ചിന്തിച്ചു നോക്കൂ, 23 ലക്ഷം കോടി രൂപ കയ്യിലുള്ളപ്പോൾ കേവലം 1.34 ലക്ഷം കോടി രൂപയുടെ കടം പറയുന്നതാണോ ശരി? ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രമാണെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. UPA സർക്കാരിന്റെ കാലത്ത് GDPയുടെ ഏകദേശം 5% ഈ ബാധ്യത. എന്നാൽ ഇന്ന് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വളർന്നു. നിലവിലെ GDPയുടെ വെറും 0.5% താഴെ മാത്രമാണ് ഈ ഓയിൽ ബോണ്ടുകൾ. അതായത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ എളുപ്പത്തിൽ തീർക്കാവുന്ന ഒരു ബാധ്യത മാത്രമാണ്. എന്നാൽ ഇതൊരു വലിയ പർവ്വതമായി ഉയർത്തിക്കാട്ടി നികുതി കുറയ്ക്കാതിരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞ സമയത്തും ഇന്ത്യയിൽ വില കുറയാറുന്നതിന്റെ കാരണം ഈ എക്സൈസ് ഡ്യൂട്ടി വർധനമാണ്. കോവിഡ് കാലത്ത് പോലും ജനങ്ങളെ സഹായിക്കുന്നതിന് പകരം നികുതി കൂട്ടുകയാണ് സർക്കാർ ചെയ്തത്. ഓയിൽ ബോണ്ടുകൾ തിരിച്ചടയ്ക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും പിരിച്ചെടുത്ത തുകയുടെ ഒരു ചെറിയ ശതമാനം മതിയായിരുന്നു. അത് പൂർത്തിയാക്കാൻ ബാക്കി തുക എവിടെ പോയി എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടിയില്ല. ചുരുക്കത്തിൽ ഓയിൽ ബോണ്ട് എന്നത് പെട്രോൾ വില കുറയ്ക്കാതിരിക്കാൻ സർക്കാർ പറയുന്ന ഒരു സാങ്കേതിക ന്യായീകരണം മാത്രമാണ്. സാമ്പത്തിക കണക്കുകൾ പരിശോധിച്ചാൽ ഈ വാദം നിലനിൽക്കില്ല എന്ന് വ്യക്തമാകും. ജനങ്ങൾ നൽകുന്ന നികുതി പണം രാജ്യ പുരോഗതിക്ക് വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത്. അല്ലാതെ പഴയ സർക്കാരിന്റെ പേരിൽ പഴിചാരി ജനങ്ങളെ കൊള്ളയടിക്കാനല്ല. വസ്തുതകൾ മനസ്സിലാക്കി പ്രതികരിക്കുക എന്നതാണ് പൗരന്മാർ എന്ന നിലയിൽ നമുക്ക് ചെയ്യാനുള്ളത്.